ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് ഒന്ന് പുറത്ത് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ കടൽ കാണാനൊക്കെ പോകുന്നത്. അപ്പോൾ ട്രെയിനിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടൊന്നല്ല ട്രെയിനിൽ കയറുന്നത്. പിന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞങ്ങൾ കോഫി കുടിച്ചിട്ട് നേരെ ട്രെയിനിൽ തന്നെ പിന്നെയും കയറി. ട്രെയിനിൽ പിന്നെ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെയാണ് കയറണത്. അപ്പോൾ അവിടെ രണ്ടാൾക്കുള്ളതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ട്രെയിനിൻ്റെ. പിന്നെ ഞങ്ങൾ കയറിയതാണ് നല്ലപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് കയറിയിട്ട് മേലെ പോയിട്ട് ഓട്ടോറിക്ഷയൊക്കെ കയറിയിട്ട് ഞങ്ങൾ കടൽ കാണാനാണ് നേരെ പോയത്. അപ്പോൾ കടൽ കയറുന്നതിന് മുമ്പ് കടലിൻ്റെ അടുത്ത് തന്നെ ഒരു ബോംബെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് മുട്ട റോസ്റ്റും പിന്നെ പൊറോട്ടയും ബീഫും പിന്നെ ഇതന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്നിട്ടാണ് ഞങ്ങൾ കടലിലേക്ക് പോയത്. അപ്പോൾ തിന്നിട്ടുള്ള ബില്ല് ഇതാണ്. പിന്നെ ഞങ്ങൾ കടൽ കാണാൻ പോയി. കടൽ ഇതാണ്, എങ്ങനെയുണ്ട് കടൽ. ഞങ്ങൾ ഒരു മണിക്കൂറായിട്ട് വെറുതെ അവിടെ നിന്നു കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഡാഡിയും പിന്നെ എൻ്റെ ബ്രദറും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളി തിരിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ എന്തായി അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. പിന്നെ കടലൊക്കെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദാഹിച്ചാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വന്നു. എൻ്റെ ഡാഡ ഒരു ബത്തക്കൻ്റെ ജ്യൂസും പിന്നെ ഞങ്ങൾ ഇസ്ലാമിക് ഷേക്ക് അങ്ങനെ എന്താ പറഞ്ഞൊരു ജ്യൂസാണ്, അതും കുടിച്ചു. പിന്നെ നോക്കുമ്പോൾ ബോട്ടിലൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ കടലിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. നടക്കല്ല, ബോട്ടിലിങ്ങനെ ഇങ്ങനെ ആയിട്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ യെല്ലോ കളർ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു റെഡ് കളർ. നല്ല രസമുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കട ഉണ്ടപ്പോൾ അതിലെന്തോ ഒരു സാധനം. നമ്മളിപ്പോൾ പോകുന്നത്, ഞാൻ പറയണത് ക്ലിയർ ആണോ എനിക്കറിയില്ല. അപ്പോൾ അതാ ഒട്ടകത്തിനെ കാണാൻ പോവാണ്. ഒട്ടകത്തിനെ കാണാതാ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഒട്ടകത്തിന് ഞാൻ ഇത്ര എടുത്ത് നിൽക്കണതും തൊടണൊക്കെ അത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ അതിനെ തൊടുമ്പോൾ ഇതും ഒരുമാതിരി ഒരു പുതപ്പുമൊക്കെ തൊടണ മാതിരിയാണ്, ഒരു ചകിരി മാതിരിയാണ് അതിൻ്റെ മേലത്തൊക്കെ തൊടുമ്പോൾ. കണ്ടോ എത്ര 4 ഒട്ടകമോ 3 ഒട്ടകമായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു പശുക്കുട്ടിയിട്ടായത് കേട്ടോ. എന്താക്കണം പശുക്കുട്ടി മൂരിക്കുട്ടി, അത് എന്നോട് എൻ്റെ ബ്രദർ പറഞ്ഞത് എനിക്കറിയില്ല അത് ഏതാണെന്നൊന്നും. എന്തായാലും ഒരു പോത്തിൻ്റെ വർഷത്തിൽ വരുന്നൊരു സാധനം. അപ്പോൾ ഇതാ ഒട്ടകത്തിന് തൊടുമ്പോൾ അങ്ങനൊരു സൗണ്ടാണ്. അതേമാതിരി തൊടണ്ട അങ്ങനെയല്ലേ, ആ വെള്ള ഒട്ടകത്തിന് തൊടുമ്പോഴാട്ടോ ആ സാധനം. ഇതിനെ തൊടുമ്പോഴല്ല, മറ്റേ വന്ന് തൊടുമ്പോൾ. ഞാൻ ഒട്ടകത്തിന് തൊട്ട് ഗായ്സ്, ആദ്യമായിട്ട് ഒട്ടകത്തിന് തൊടണത്. ഇതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തോളൂ ഇവർക്ക്. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ ട്രെയിനിൽ തന്നെയാണ് പോണത്. അപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ നല്ലപോലെ പോകുമ്പോൾ അതിൻ്റെ മേലെ കൂടെ കാക്കച്ചാണോ പരുന്താണോ അറിയില്ല, പരുന്താണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ പരുന്തിനൊക്കെ കണ്ട് ട്രെയിനിൽ കയറി. ട്രെയിനിൽ വിൻഡോ സീറ്റൊക്കെ ഇരിക്കണം എന്ന് എൻ്റെ പൂതി ഉണ്ടായിരുന്നു, പക്ഷേ വിൻഡോ സീറ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായിട്ട് ഡോറിൻ്റെ അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കടയിൽ പോയി കിട്ടിയില്ല, പിന്നെ സെക്കൻഡത്തെ കടയും പോയി കിട്ടിയില്ല. മൂന്നാമത്തെ കടയിൽ കയറി ഇരുന്നു. നെയ്ച്ചോറുണ്ട് പറഞ്ഞു, നെയ്ച്ചോറും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കടയിൽ വന്നു, പിന്നെ ബിരിയാണിയൊക്കെ തിന്നു. പിന്നെ ഞങ്ങളിതാ വെറുതെ സാധനങ്ങളൊക്കെ വാങ്ങി. ഈ സാധനങ്ങൾ നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അടിയിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കേക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കുനാഫ കണ്ടു, കുനാഫ വാങ്ങി. പിന്നെ അങ്ങനെ പോയി. കാക്കു ദർസില, അപ്പോൾ ഓനെ കൊണ്ടാക്കി ഇങ്ങനെ പോവാണ്. ഓനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തത്. അപ്പോൾ കുനാഫ ഓട്ടോറിക്ഷന്നാണ് ഞാൻ തുറന്നത്. അപ്പോൾ ഇതിന് തുറക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.